ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സാന്ത്വനത്തില് ആദ്യം തന്നെ നമ്മുടെ ദേവി അവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് ഉദയഭാനുവും ശ്രീകലയും കൂടി വാതിൽ തുറക്കാണ്. അപ്പൊ ഒരു ബ്രോക്കറാണ് വന്നിട്ടുള്ളത്. ആ ബ്രോക്കർ പറയുന്നുണ്ട് വിധിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ദേവമംഗലത്തേക്കാണ് മൂത്ത കുട്ടിയെ കല്യാണം കഴിച്ചത് എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമായി. ഇനി എന്തായാലും അവർ കൂടുതലൊന്നും ആലോചിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ മോൾ എന്തായാലും അവർ കണ്ടിട്ടുണ്ട്, ഇനി എന്തായാലും ഔദ്യോഗികമായിട്ട് എന്നാ പെണ്ണ് കാണൽ എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്രോക്കർ അവിടെ നിന്നും പോവുകയാണ്. ഇവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്, എന്നാലും ടെൻഷനാണ്. ഇനി എന്ത് ചെയ്യും, ഇനിയിപ്പോ എങ്ങനെയാ ഈ കല്യാണം ഒന്ന് നടത്താം എന്നുള്ള രീതിയിലൊക്കെ അവരങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ദേവി പറയുന്നുണ്ട്, അതെ ദയവ് ചെയ്ത് വിദ്യയുടെ കല്യാണം നടത്തുകയാണെങ്കിൽ അവരുടെ വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് വേണം, നമുക്കൊരു വീടില്ല, നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണം കല്യാണം നടത്താൻ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടും, അവരപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞു പോകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പോണെങ്കിൽ പൊക്കോട്ടെ, അല്ലാതെ നിങ്ങൾ എൻ്റെ ജീവിതം തകർത്ത പോലെ അവളുടെ ജീവിതം തകർക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നിനക്കല്ലെങ്കിലും നിന്റെ അനിയത്തിയോട് ഒരു സ്നേഹവും ഇല്ലല്ലോ, നിനക്ക് നിന്റെ ആ മീനുവിനോട് മിത്രോടൊക്കെ അവരെല്ലാം നിന്റെ അനിയത്തിമാരെന്നൊക്കെ പറഞ്ഞ് ശ്രീകല അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. മര്യാദക്ക് ഞങ്ങൾ പറഞ്ഞതനുസരിക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രീകല കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നുണ പറയാൻ വീണ്ടും അവളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ദേഷ്യം വന്ന് സങ്കടം കൊണ്ടൊക്കെ അവൾ അങ്ങനെ ഇരിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ബാലനെ കാണിക്കുന്നുണ്ട്. ബാലൻ ഗോമതി സ്റ്റോഴ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇവനുണ്ട്, ആര്യനല്ല ആകാശുണ്ട്. അപ്പോൾ ആകാശ് പറയണം അച്ഛൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ പറയുകയാണ്, നീ ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ അത് കൂടുതൽ ആലോചിക്കേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ദേവിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ പറയാൻ പറ്റാതെ അവൾ അച്ഛന്റെ കൂടെ തന്നെ നിന്നില്ല, അവൾക്ക് അന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളോട് തുറന്ന് പറയാമായിരുന്നു, ഞങ്ങൾ അവളെ കൂടെ നിർത്തിയനില്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലൻ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഗോമതി മിത്രയും മീനും ഒക്കെ കൂടി ഒന്നിച്ച് കിടക്കാണ്. അപ്പോൾ ആ സമയത്തും ഈ പറയുന്ന അവർക്ക് ഉറക്കമില്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഗോമതി എഴുന്നേറ്റ് ഇരുന്നിട്ട് ദേവി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. ദേവിയെ ന്യായീകരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും അവരവിടെ കിടന്നുറങ്ങുകയും ചെയ്യുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ശ്രീകലയാണെങ്കിൽ ദേവിക്ക് ചായ കൊടുക്കാൻ വേണ്ടി റൂമിലോട്ട് വന്നപ്പോൾ റൂമിൽ കാണുന്നില്ല. ദേവി ബാത്റൂമിലായിരിക്കില്ല എന്നും പറഞ്ഞ് ബാത്റൂമൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെയില്ല, വീട് മുഴുവൻ അരിച്ചു പറക്കുന്നുണ്ട്, എവിടെയില്ല. അപ്പോൾ ഉദയഭാനുവിനോട് ചെന്ന് പറയാണ്. ഉദയഭാനുവും ശ്രീകലയും കൂടി കുറെ നേരം ആ വീടിന്റെ പുറത്തൊക്കെ നോക്കുകയാണ്. അയ്യോ എൻ്റെ മോൾ ഇത് എവിടെ പോയി, എൻ്റെ മോള് വല്ല കടുങ്ങുകയും ചെയ്യോ, എൻ്റെ മോളുടെ മനസ്സ് വളരെ വേദനിച്ചാണ് നിന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകല കരയുകയാണ്. അപ്പൊ ഉദയഭാനു പറയുന്നുണ്ട്, ഇത് അതൊന്നല്ല കാര്യം, നീ എന്തായാലും ഡ്രസ്സ് മാറുക, അവളെ എവിടെയുണ്ടെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവര് നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന മീനു ജോലിക്ക് പോകാനെന്നുള്ള നിൽക്കുകയാണ്. രാവിലെ തന്നെ കോളിംഗ് ബെൽ അടിക്കണേക്കൊക്കെ ഭാര്യ ഇത്ര രാവിലെ എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുകയാണ്. അപ്പോൾ കൂടെ മിത്രയുണ്ട്. ആ വാതിൽ തുറക്കുന്നത് നമ്മുടെ ദേവിയാണ് കാണുന്നത്. ഏട്ടത്തി എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് മിത്ര ചോദിക്കുമ്പോൾ, അതെന്താ മിത്രേ, ഇത് എൻ്റെ വീടല്ലേ, ഒരു ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആരും അല്ലാതായോ, ഞാൻ പോയിട്ട് ഒരു പ്രാവശ്യം പോലെ എന്നെ ആരും ഒന്ന് ഫോണിൽ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ സങ്കടപ്പെടുകയാണ്. അതെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള കാര്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും ഇന്നലെ എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാവരെയും വിളിക്കുക, എല്ലാവരോടായിട്ട് എനിക്ക് സംസാരിക്കണം, അമ്മ എഴുന്നേറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോമതി അവിടെ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ്. എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.